കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. കൈകൾ വീശി പാടാം. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വചനങ്ങൾ നൽകി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും.
യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന. ഈശോ ആരാധന. ഹല്ലേലൂയ യേശുവേ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിലനിർത്തുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിൽ മനുഷ്യനെ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ അതിനെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യാനുള്ള പഠന മുറകളാണ് ഉടമ്പടിയിലുള്ളത്. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ ചില പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയണത് നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളൂ. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്. 50% ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വിശ്വാസ കൈമാറ്റം. എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിതിനെ മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 80% പ്രാർത്ഥനയാക്കും. കാര്യം നമ്മൾ പരിചയിച്ചത് അതാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന പോലെ ചൊല്ലുകയല്ല നമ്മൾ ചെയ്യണത്, അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അതൊരു ഫോർമുലയാണ്. മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക. അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചനം സുവിശേഷം വായിക്കുന്നതാണ്. പക്ഷേ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. 2003 ഒരു വർഷം മുഴുവനും
അഖണ്ഡ ജപമാല 1000 മണി ജപമാല 6 ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ 6 ദിവസത്തെ കൊന്തമുണ്ടായിരുന്നു ഇവിടെ. രാത്രിയും പകലും ജപമാല ചെല്ലും. 1 മണിക്കൂർ പോലും 1 മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു ഇവിടെ. ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. അതിനുശേഷം 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗിരയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പം എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ അങ്ങനെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് അമ്മ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം, അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സന്നിധാനത്തിൽ കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗൺ ആയിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ചയിടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ. ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിനെ ഉത്തിരിപ്പ് കടവുണ്ടാകുമെന്ന്. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഉത്തിരിപ്പ് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനൊരു രൂപം എനിക്ക് മനസ്സിലായില്ല, ഈ പൂർണ്ണ ലൈൻ അത് മോശമാണ്, ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രലായിട്ട് ആദ്യം ഒരു മാതാവ് 1987 എൻ്റെ മുറിയിൽ കൊണ്ടുവന്നായിരുന്നു. അന്ന് മുതലാണ് ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത്. ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചമ്പക്കുളത്ത് കൊടുത്തും പറഞ്ഞ് ഞാനൊരു മാതാവിനെ കൃപാസനത്തിൽ കണ്ടായിരുന്നു. അത് സിൽവർ ഗ്രേയാണ്, നടുക്ക് ക്രോക്കുണ്ടായിരുന്നു, 10-8 സൂചി കാണിച്ചിരുന്നു. എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. ചപ്പക്കുളത്ത് കൊണ്ട് കൊടുത്തിട്ട് ഈ രൂപം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊരു അങ്ങനെ ഒന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല. അച്ഛന് വട്ടാണെന്ന് തോന്നും. കാര്യം ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എൻ്റെ മനസ്സിലുള്ള രൂപമേ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്നെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട്, അത് നീ ഇത് കൊണ്ടുവന്നു. എൻ്റെ അതായത് മൊബൈൽ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്ത് എന്തൊരു മാതാവിൻ്റെ രൂപം ഉണ്ടാക്കി. 1 കൊല്ലം കൊണ്ടാണ് ഈ രൂപം ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്പക്കുളത്ത് ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപം ഇരിപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ചതല്ലാതെ ആ ശില്പിയുടെ മുറി സ്ഥലമില്ലായിരുന്നു. അത് കാരണം അടുത്തടുത്ത് ഓർഡർ വന്നപ്പോൾ മാതാവിനൊരു പുറത്ത് വെച്ച്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ,
പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാനും തങ്കച്ചനും സണ്ണിച്ചേട്ടനും കൂടി അവിടെ ചെല്ലുമ്പോൾ മാതാവിനൊക്കെ ഉണ്ട്. മാതാവ് ചെല്ലുമ്പോൾ തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണെന്ന് എന്നോട് ചോദിച്ചു. കാര്യം അന്ന് വേറെ ലുക്കായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാസന മാതാവ് എൻ്റെ ലുക്കല്ലായിരുന്നു. ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി, എനിക്കും സംശയം തോന്നി, ഇതെന്തിങ്ങനെ ഇത് ചോദിച്ചല്ല, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ്. അപ്പോൾ മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്ന്, സന്ധ്യയ്ക്ക് ഇടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ്, മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട് അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവാണിത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. അപ്പം എനിക്ക് മനസ്സിലായി, കളി മാറുകയാണെന്ന് മനസ്സിലായി. കാര്യം ഞാൻ ഈ സ്വകാര്യമായിട്ട് ഈ അമ്മയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയണത്. അപ്പം മനസ്സിലായി ഇത് അമ്മ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്, കളി മാറുകയാണെന്ന് മനസ്സിലായി. കാര്യം ഞാനിത് ഈ പ്രത്യക്ഷീകരണം സഭയെ പേടിച്ച് ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് പേടിക്കലായിട്ട് ഞാനിത് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അമ്മ ഇപ്പോൾ വിഷയം നേരിട്ട് ഏറ്റെടുത്ത്, സെൻട്രൽ കമ്മിറ്റി നേരിട്ട് വിഷയം ഏറ്റെടുത്ത്. അപ്പോഴെനിക്ക് വാടിപ്പെട്ടി വെച്ചൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നായിരുന്നു. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കണത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉൾപ്പെടെ. അവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അകത്ത് ഈ പ്രകൃതിയും ഇപ്പം കാർബണിൻ്റെ കളറല്ലേ ശരിക്കും പറഞ്ഞാൽ, കരിമേഘങ്ങളുടെ ഒരുതരം കളറും കലുഷിതമായ അന്ത്യകാലത്തിൻ്റെ നിറമാണ്. ഈ അന്ത്യകാലത്തിൻ്റെ നിറം, സമയത്തിൻ്റെ ചുരുക്കവും എല്ലാം ഈ വല്ലാത്ത വിഷയങ്ങളാണ്. ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ ടോപ്പ് സീരിയസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണിത്. അതനുസരിച്ച് തന്നെ വല്ലാത്ത അനുഭവങ്ങൾ വരാൻ തുടങ്ങി ആൾക്കാർക്ക്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ പേരിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി, അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അതാണ് വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന. അതിനകത്ത് 8-10 ലൈനേ ഉള്ളൂ. അപ്പോൾ കൃപാവര പദ്ധതി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നീട് പുതിയ പ്രാർത്ഥന ചെയ്തു തന്നത്. ഇപ്പോഴത്തെ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയല്ല. വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമെന്നാണ്. അതുമാത്രം പ്രാർത്ഥിച്ച് 6 മാസം പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അങ്ങനെ 6 മാസം പ്രാർത്ഥിച്ച് ഒരു ദിവസം വേളാങ്കണ്ണിയിൽ 90 ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വിജയകുമാർ പറയണത്, എഗ്രിമെൻ്റ് എന്താണ് വെച്ചാന്ന് ചോദിച്ചു. എഗ്രിമെൻ്റ് ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, എഗ്രിമെൻ്റ് അത് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കുള്ള മെസ്സേജാണ് അതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു. കാര്യം പരിശുദ്ധാത്മാവ് ഉടനെ അത് വ്യാഖ്യാനവരം കിട്ടി. അതിൻ്റെ സാറിന് എഗ്രിമെൻ്റ് എന്നാണ് പറഞ്ഞെങ്കിലും എനിക്ക് വ്യാഖ്യാനവരം കിട്ടി. വ്യാഖ്യാനവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സാർ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണ്. ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ വിഷയം സീൻ ഉടനെ ചേഞ്ചാവും. എന്നിട്ട് ഉടനെ ഞാൻ പറഞ്ഞു, സാറേ പേപ്പർ കീറിയെടുത്തേ. അപ്പോൾ സാർ ഉടനെ താഴെ ഇരുന്ന് കെട്ടിയും പൊട്ടി പോരാൻ പോകുകയായിരുന്നു. രണ്ടാമത് സുഹൃത്ത് ബാഗ് തുറന്ന് പേപ്പർ എടുത്ത് ഒരു പേപ്പർ എനിക്കും തന്ന് ഒരു പേപ്പർ സാറിനും എടുത്ത് ഞാൻ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ മുമ്പിൽ പോയി 4 കൊന്തയില്ലേ. ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും, ഇത് നിങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു. ആ പേപ്പർ അദ്ദേഹത്തിന് കൊടുത്ത് എനിക്ക് തന്ന പേപ്പറും കൊണ്ട് ഞാൻ കിഴക്കോട്ട് പോയി 4 കൊന്തയില്ലേ. 4 കൊന്തയില്ലേ. അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ഞാൻ നിറച്ച് എഴുതിയെടുത്തുകൊണ്ട് തിരിച്ച് ഇങ്ങേടുത്ത് 4 കൊന്തയും കഴിഞ്ഞ് ഇങ്ങേടുത്ത് വരുമ്പോൾ ഇങ്ങനെ വിഷണ്ണനായിരിക്കുക. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? അമ്മ തന്ന് എഴുതിയ കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് പുള്ളിയുടെ പേപ്പറെ. പക്ഷെ അതെല്ലാം പാപങ്ങളെക്കുറിച്ചാണ് പറയണത്.
എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ബ്ലെസ്സിങ്സാണ്, നിറച്ച് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇത് തമ്മിൽ ഒക്കണില്ല. പുള്ളിയുടെ കയ്യിലുള്ളത് പാപം, എൻ്റെ കയ്യിലുള്ള ബ്ലെസ്സിങ്സ്. ഞാനിങ്ങനെ കുറച്ച് നിറച്ച് വെച്ചിട്ട് വിശ്വാസപ്രമാണം ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. മലയാള പള്ളിയിൽ നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എന്തും തുറന്ന് കിട്ടും. വിശ്വാസപ്രമാണം ഒരു താക്കോലാണ്, ഒരു താഴുമാണ്, ഒരു താക്കോലുമാണ്. വിശ്വാസപ്രമാണം കൊണ്ട് നമുക്ക് പൂട്ടുകയും ചെയ്യാം, തുറക്കുകയും ചെയ്യാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിശ്വാസപ്രമാണമാണ് ചൊല്ലണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണില്ല, ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, ഇന്ന് ആരൊക്കെ കാണാൻ പറ്റും, അവരവിടെ ഉണ്ടാകുമോ, നമ്മൾ ചെല്ലുമ്പോൾ അവർ അംഗീകരിക്കുമോ, പറയണ കേൾക്കുമോ, പോകുന്ന കാര്യം നടക്കുമോ. അപ്പോൾ ആദ്യം ചെല്ലേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത് താക്കോൽ വിശ്വാസപ്രമാണമാണ്. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വേണം നിങ്ങൾ വേറെ എന്ത് പ്രാർത്ഥനയും ചെല്ലാൻ. അപ്പം ഞങ്ങൾ ഉടനെ ഇത് മനസ്സിലാവണില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലിയ ഉടനെ ഈ സാധനം തുറന്ന് കിട്ടി. എന്താണ്? അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോഴാണ് അത് ഉടമ്പടിയാണത്. അപ്പം അത് ഓപ്പണായി. എന്താണ്? അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളുള്ളവർ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാനും കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിൻ്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിൻ്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെ എല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ, വേദസാക്ഷികളെ, വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിടർ പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മലക്കുമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ,
കർത്താവെ, നിന്റെ തിരുവരുവാർന്ന് വരുത്തക്കരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലോസിന് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവർ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാർ, കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയ രോഗികൾ, പല്ലുവേദന ഉള്ളവർ, തൊണ്ട രോഗമുള്ളവർ, ശ്വാസകോശ രോഗികൾ, പ്രഷർ കുറഞ്ഞവർ, പ്രഷർ കൂടിയവർ, ഷുഗർ രോഗികൾ, യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ജീവ ദുരിതങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. എല്ലാവരും മുട്ട നിൽക്കുക. സംഭാവനാശീർവാദം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും